അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ തൻ്റെ കൂട്ടുകാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ദിവസം ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ നരകവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും അതിൻ്റെ ഗൗരവങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഗൗരവത്തോടുകൂടെ, വളരെ പേടിയോടുകൂടെ, വളരെ ഭക്തിയോടുകൂടെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ മുത്തുനബിയുടെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും അനുഭവിച്ച് അവസാനമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മുഅ്മിനെ കുറിച്ച്, അവനെല്ലാ ശിക്ഷകളും അനുഭവിച്ചിട്ടുണ്ട്, ഇനി ഒരാളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ആ അവസാനത്തെ ആളെക്കുറിച്ച് മുത്തുനബി പറഞ്ഞൊരു രംഗമുണ്ട് ഹദീസിൽ. അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലൈതനി അകൂനർ റജുൽ. എന്തൊരു വാക്കാണ്! മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ വളരെ മോശപ്പെട്ട് നരകത്തിൽ കടക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ കുറെ കാലങ്ങൾ നരകത്തിൽ കടന്ന് ശിക്ഷകൾ അനുഭവിച്ച് അവസാനം അവന്റെ കൽബിൽ ഒരു ഈമാൻ ഉള്ളതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ അവസാനത്തെ മനുഷ്യനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ആ മനുഷ്യന് ഞാനായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ ഓർക്കുകയാണ്. ആ മനുഷ്യനേക്കാളും ഞാൻ മോശപ്പെട്ടവനാണ്, ഇനി ഒരിക്കലും നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ നരകത്തിൽ താമസിക്കുന്ന ആൾക്കാർ പിന്നെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയാലോ എന്ന് ബഹുമാനപ്പെട്ടവർ പേടിക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ പേടി, ഇതാണ് അവരുടെ നരകത്തിനെ പേടിപ്പിച്ചിട്ടുള്ളത്. നമ്മളാണെങ്കിലോ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിലുണ്ടോ? ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ഈമാനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അവരുടെ തഖ്വയെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അവരുടെ ഇബാദത്തുകളെ കുറിച്ച് പറയേണ്ടതുണ്ടോ? മുത്തുനബിയോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതൊക്കെയും പറയേണ്ടതുണ്ടോ? അവരെ എന്നോ സ്വർഗത്തിലേക്ക് കടന്നവരും കടക്കേണ്ടവരുമല്ലേ? ആ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലുള്ള പേടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. കൽബിലുള്ള ആ ചിന്തയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരെക്കുറിച്ച് സ്വന്തത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട്, മറ്റുള്ളവരെന്തും അവരെക്കുറിച്ച് ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലും, മറ്റുള്ളവർ അവരെക്കുറിച്ച് എത്ര പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും, അവർ സ്വന്തത്തിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കിയത് അതേ ആ മനുഷ്യന് പോലും, അതേ നരകത്തുനിന്ന് അവസാനം രക്ഷപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യന് പോലും ആകാൻ എനിക്ക് അർഹതയില്ല, കാലകാലം നരകത്തിൽ കരിയേണ്ടി വരുന്ന ഒരാളാകാനാണ് എനിക്ക് അർഹതയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നാം എത്ര വട്ടം ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളെ ജീവിതമാണെങ്കിലോ അങ്ങനൊന്നുമില്ല. തഖ്വ എന്താണെന്ന് നമുക്കറിയില്ല, ഈമാൻ എന്താണെന്ന് നമുക്കറിയില്ല, ഇബാദത്തുകൾ എന്താണെന്ന് അറിയില്ല, നിസ്കാരം എന്താണെന്ന് നമുക്കറിയില്ല. കുറച്ചൊക്കെ നാം കാട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ടോ എന്നല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെന്നില്ലാത്ത ധൈര്യമാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് തന്നെ കടന്നവരെ പോലെ നാം ജീവിക്കുകയാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെയും നമ്മുടെയും ആ ജീവിതത്തിലുള്ള ആ കൽബിലുള്ള ആ ഭയത്തിന്റെ വ്യത്യാസം നാം നോക്കണം. എന്തുമാത്രം വ്യത്യാസമാണ് അവിടെ കൽബും നമ്മുടെ കൽബും എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതേ ഇങ്ങനെയുള്ള ഭയം, ഇങ്ങനെയുള്ള ഭയഭക്തി, ഇങ്ങനെയുള്ള ഖൗഫ് ഉണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ ഭയാനകമായ നരക ശിക്ഷയെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.